കേരളത്തിലെ ചേട്ടന്മാർ, ചേച്ചിമാർ, അച്ഛന്മാർ, അമ്മമാർ, മക്കളുമാർ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും ഒരു മക്കളുമാരും വഴിതെറ്റി പോകാണ്ടിരിക്കാനും നാട് സന്തോഷമായി പോകാനുമാണ്. ഓരോ മക്കളുമാരും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്തിനാ പോകുന്നത്, ഏതിനാ പോകുന്നത് എല്ലാം ചോദിച്ചറിയുകയും ഷെയർ ചെയ്യുകയും കാര്യങ്ങൾ അറിയുകയും വേണം. ഏത് മക്കളുമല്ല, പഠിക്കാൻ പോകുന്നയാലും ജോലിക്ക് പോകുന്നയാലും ഏതായാലും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മളൊരു അക്രമത്തിൽ ചെന്ന് വീണതിന് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുമ്പം നിയമപാലകന്മാരുടെ മുന്നിൽ തെറ്റ് ചെയ്തെന്ന് സമൂഹത്തിൽ ഉള്ളവർ പറയുമ്പോഴേ അവരെ പിടിക്കാൻ ചെല്ലുമ്പം കരയും കണ്ണീരും അല്ല മറ്റുള്ള കാര്യങ്ങളും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഓരോ മാതാപിതാക്കളും മക്കളുമാരെ ശ്രദ്ധിച്ച് തന്നെ വളർത്തുകയും പഠിപ്പിക്കുകയും സംസാരിപ്പിക്കുകയും നല്ല രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. എന്നെങ്കിലേ ഇതിൻ്റെ അവസാനം കണ്ടെത്താൻ പറ്റൂ. നിയമപാലകന്മാരുടെ ജോലി ആണ്, അവരുടെ ജോലിയുടെ ഒരു ഭാഗമാണ്. നാടിൻ്റെ നന്മയ്ക്കാണ് നമ്മുടെ നിയമപാലകന്മാരെ ഓരോരുത്തരെ നിർത്തിയേക്കുന്നത്. അതിന് അവരെ ആക്ഷേപിച്ചിട്ടോ പള്ളു പറഞ്ഞിട്ടോ ചീത്ത പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. ഓരോ കുടുംബത്തെയും സാധാരണപ്പെട്ട മക്കളുമാരാണ് വഴിതെറ്റി 199 അല്ലാണ്ട് മാറില്ല. ഇത് വളർന്നു വരുന്ന മക്കളുമാർക്കൊരു മെസ്സേജാണ് എല്ലാം. ഓരോ ജനങ്ങളുമാണ് മനസ്സിലാക്കേണ്ടത്. നിയമ സംവിധാനങ്ങളല്ല, ഓരോ ജനങ്ങളും മക്കളുമാരും എല്ലാവരുമാണ് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റ് വരുമ്പോഴാണ് നിങ്ങളോട് ചോദ്യം ചെയ്യാൻ വരുന്നത്. അതെല്ലാ മക്കളുമാരും മനസ്സിലാക്കണം. ഇതൊക്കെ സ്കൂളിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് 10 വരെ പഠിപ്പിക്കണം. എല്ലാ മേഖലയിലെയും നാട്ടിലെയും സംവിധാനങ്ങളെയും പാഠ്യ സംവിധാനങ്ങളായാലും ജീവിതമായാലും മുന്നോട്ടുള്ള വളർച്ച എല്ലാ കാര്യങ്ങളും. അല്ലാണ്ടൊന്നും ഇത് മാറില്ല. അല്ലെങ്കിൽ എങ്ങനെ മാറാൻ? നിയമപാലകന്മാരെ ആശ്രയിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പം ഓരോ വീട്ടിൽ നിന്ന് കിട്ടേണ്ട ശീലങ്ങളും കാര്യങ്ങളുമാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ലതെന്ന് പറയുന്ന ഒരാളെ ആശ്രയിക്കാനും അവനെ അടിച്ചമർത്താനേ ആൾക്കാരുള്ളൂ. നിയമപാലകന്മാർക്ക് ഒരാളും സപ്പോർട്ട് ചെയ്യില്ല. തിന്മയുടെ വഴിയിലേക്കാണ് ആൾക്കാരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് സമൂഹത്തിറങ്ങി നല്ല രീതിയിലാണ് വർത്തമാനം പറയാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. കൂടുതലും ഈശ്വരചിന്ത ഉള്ളവരാണ്. വലിയ വട്ടപ്പോട്ടും 5-6 പോട്ടും 10-15 മാലയും കയ്യിൽ ചരടും അത് കെട്ടിയവരാണ് ഓരോ മക്കളുമാരെ വഴിതെറ്റിക്കുന്നത്. ഇത് പറയുന്നത് ഓരോ നടക്കുന്ന കാര്യം കൊണ്ടാണ് പറയുന്നത്. അല്ല ലൈറ്റ് ഇട്ടാനോ കമൻറ്റ് ഇട്ടാനോ ഒന്നുമല്ലോ. ഏതെങ്കിലും മക്കളുമാർ കേട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അവരുടെ വലയിലെങ്കിലും ചെന്ന് വീഴരുത്. നമുക്കൊരു സംവിധാനമുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരായാലും പെരുമാറാനും